വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം സ്റ്റഡി ഹിസ്റ്ററി വിത്ത് മീ. ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട നിയോലിത്തിക് സൈറ്റ്സുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിയോലിത്തിക് പീരീഡിൻ്റെ മറ്റൊരു പേരാണ് ന്യൂ സ്റ്റോൺ ഏജ്. ഈ ഒരു പീരീഡിൽ മനുഷ്യൻ്റെ ലൈഫ് സ്റ്റൈലിൽ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണാം. ഹണ്ടിങ്ങും ഗാദറിങ്ങും ആയി നടന്നിരുന്ന സൊസൈറ്റീസ് ഫാമിങ്ങിലേക്കും ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസിലേക്കും ഈ ഒരു പീരീഡിലാണ് കടക്കുന്നത്. ഫാമിംഗ് ആരംഭിക്കുന്നതോടുകൂടി ഇവർ പെർമനൻ്റായിട്ട് സെറ്റിൽഡ് ലൈഫും ആരംഭിച്ചു. ഇന്ത്യയിലുള്ള നിയോലിത്തിക് പീരീഡിൻ്റെ ടൈം എന്ന് പറയുന്നത് 7000 BC മുതൽ 1000 BC വരെയാണ്. പാലിയോലിത്തിക് പീരീഡിലെയും മെസോലിത്തിക് പീരീഡിലെയും ടൂൾസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പം നിയോലിത്തിക് പീരീഡിലുണ്ടായിരുന്ന ടൂൾസ് വളരെ ഡെവലപ്ഡ് ആയിരുന്നു. ഇവരുടെ ഗ്രൗണ്ട് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഓരോ പീരീഡും അതുമായിട്ട് ഉപയോഗിച്ചിരുന്ന സ്റ്റോൺ ടൂൾസും ഒരു മാസീവ് ഫോളോയിങ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിയോലിത്തിക് പീരീഡുമായിട്ട് ബന്ധപ്പെട്ടത് ഗ്രൗണ്ട് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസാണ്. റാഗി, ഹോസ് ഗ്രാം, കോട്ടൺ, റൈസ്, വീറ്റ്, ഫീൽഡ് പീ ആൻഡ് ബാർലി ഇതൊക്കെയായിരുന്നു നിയോലിത്തിക് പീരീഡിൽ കൃഷി ചെയ്തിരുന്ന പ്രധാന ക്രോപ്പുകൾ. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ എന്ന ചോദ്യത്തിലൊക്കെ ഈ ക്രോപ്സ് പലതവണയായിട്ട് ചോദിച്ചിട്ടുണ്ട്. നിയോലിത്തിക് പീരീഡിലുള്ള ആളുകൾ പോട്ടറി ഉണ്ടാക്കിയിരുന്നു. പ്രധാനപ്പെട്ട 3 ടൈപ്പ് പോട്ടറീസാണ് ഇന്ത്യയിലെ നിയോലിത്തിക് പീരീഡിൽ കാണപ്പെടുന്നത്. ഒന്ന് ബ്ലാക്ക് ബേണിഷ്ഡ് വെയർ, മറ്റൊന്ന് ഗ്രേ വെയർ, മാറ്റ് ഇംപ്രസ്ഡ് വെയർ. പ്രധാനപ്പെട്ട 2 പോയിന്റുകളാണ്. ഇവിടെ നിന്ന് നമുക്ക് കലപ്പയുടെയോ കാളവണ്ടിയുടെയോ ഒന്നും എവിഡൻസ് ലഭിക്കുന്നില്ല. ഈ ഒരു നിയോലിത്തിക് പീരീഡിൽ ലഭിക്കുന്നില്ല എന്നതാണ് പോയിന്റ്. അത് നോട്ട് ചെയ്യണം. കാരണം ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചിട്ട് സ്റ്റേറ്റ്മെൻറ്റും അസർട്ടേഷനൊക്കെ കൊടുത്തിട്ട് ചോദ്യം വരാം. നിയോലിത്തിക് പീരീഡുമായിട്ട് ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആർക്കിയോളജിസ്റ്റാണ് ഗോർഡൻ ചൈൽഡേ. ഇദ്ദേഹമാണ് നിയോലിത്തിക് പീരീഡിലുണ്ടായിരുന്ന മാറ്റങ്ങളെ നിയോലിത്തിക് റെവല്യൂഷൻ എന്ന് 1935 വിളിക്കുന്നത്. ഈ ഒരു നിയോലിത്തിക് റെവല്യൂഷനെ കുറിച്ച് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് മാൻ മേക്സ് ഹിംസെൽഫ്. നിയോലിത്തിക് പീരീഡിൽ വളരെയധികം കാണപ്പെടുന്ന ഒരു ടൂളാണ് കെൽട്ട്. കർണാടകയിലുള്ള ലിങ്സുഗുർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇന്ത്യയിൽ നിന്ന് നമുക്ക് ആദ്യമായിട്ട് നിയോലിത്തിക് കെൽട്ട് ലഭിക്കുന്നത്. കെൽട്ടുകളെക്കുറിച്ച് ഇന്ത്യയിൽ കുറേ പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് റോബർട്ട് ഫൂട്ട്. ഇന്ത്യൻ നിയോലിത്തിക് പീരീഡിലെ മറ്റൊരു പെക്യുലാരിറ്റിയാണ് ആഷ് മൗണ്ടുകൾ. ആഷ് മൗണ്ട് എന്ന് പറഞ്ഞാൽ ലിറ്ററലി ചാരക്കൂമ്പാരം എന്നാണ് അർത്ഥം വരുന്നത്. ഇത് കൂടുതലായും കാണപ്പെടുന്നത് സൗത്ത് ഇന്ത്യൻ നിയോലിത്തിക് സൈറ്റുകളിലാണ്. കുക്കലിൽ നടന്നിരുന്ന എക്സ്കവേഷനിൽ ഇത് സാധനങ്ങളും ഈ കൗഡങ്ങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേൺ ചെയ്തിട്ടുണ്ടായ ആഷാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. റോബർട്ട് ബ്രൂസ് ഫൂട്ടാണ് ആദ്യമായി ആഷ് മൗണ്ടുകളെ നിയോലിത്തിക് പീരീഡുമായിട്ട് കണക്ട് ചെയ്യുന്നത്. സൗത്ത് ഇന്ത്യയിൽ ആഷ് മൗണ്ട്സ് ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഉത്തനൂർ, പിക്ലിഹൽ, പാലവോയ്, സംഗനക്കല്ലു, കൊടകൽ, ബുദിഹൽ, ഹുളിക്കല്ലു എക്സെട്ര. എന്നാൽ എല്ലാ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നിയോലിത്തിക് സൈറ്റ്സിലും നമുക്ക് ആഷ് മൗണ്ട്സ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതിന് എക്സാമ്പിളാണ് കുട്ടപ്പ ഡിസ്ട്രിക്റ്റിലുള്ള പെന്നാർ ബേസിൻ എന്ന നിയോലിത്തിക് സൈറ്റും അപ്പർ തുംഗഭദ്ര വാലിയും സദേൺ കർണാടകയും. കർണാടകയിലുള്ള നിയോലിത്തിക് സൈറ്റായ ബുഡിഹല്ലിൽ ഒരു കമ്മ്യൂണിറ്റി ഫീസ്റ്റിംഗ് ഏരിയ എന്ന് കരുതപ്പെടുന്ന ഒരു ഏരിയ എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ട്. നിയോലിത്തിക് സൈറ്റുകളിൽ ഏറ്റവും പഴക്കം ചെന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള സൈറ്റാണ് മേഘർഹ്. ഇത് ഇപ്പോഴുള്ള പാകിസ്ഥാനിലുള്ള ബലൂചിസ്ഥാൻ എന്ന പ്രവിശ്യയിലെ ബോലാൻ വാലിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 7th millennium BC, അതായത് 7000 BC ഒക്കെയാണ് ഇതിൻ്റെ പീരീഡായിട്ട് കണക്കാക്കുന്നത്. ഇതാണ് ഏർലിയസ്റ്റ് സൈറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള നിയോലിത്തിക് പീരീഡിൻ്റെ ഏർലി പീരീഡായിട്ടും ഈ ഒരു 7000 BC ആണ് കൺസിഡർ ചെയ്യുന്നത്. ഹണ്ടിങ്ങും ഗാദറിങ്ങുമായിട്ട് ജീവിച്ചിരുന്ന ഒരു സൊസൈറ്റി സെറ്റിൽഡ് അഗ്രികൾച്ചറിലേക്ക് മാറുന്നതിൻ്റെ ഒരു ട്രാൻസിഷൻ കാണുന്ന ഒരു സൈറ്റ് കൂടിയാണ് മേഘർഹ്. ബാർലിയും വീറ്റും ആയിരുന്നു ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന മേജർ ക്രോപ്സ്. കൂടാതെ കോട്ടൺ സീഡ്സും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളതിൽ പീരീഡ് 1ഉം പീരീഡ് 2ഉം നിയോലിത്തിക് ആയിട്ടും പീരീഡ് 3 ചാൽക്കോലിത്തിക് ആയിട്ടുമാണ് കണക്കാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സൈറ്റാണ് മഹാഗാര. ഞാൻ മേഘറിൻ്റെ തൊട്ടടുത്തായിട്ട് പറയുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും പേര് വളരെ സിമിലറാണ്. ഇത് കൺഫ്യൂസ്ഡ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. മഹാഗാര സൈറ്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത് UPയിലാണ്.
ഓരോരോ സൈറ്റും അതിൻ്റെ ലൊക്കേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മാച്ച് ദി ഫോളോയിങ് ആയിട്ട് ചോദിക്കാം. ഇതിൽ 2-3 എണ്ണം നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയാൽ ബാക്കി ആ ഒരു അസംഷനിൽ നമുക്ക് ആൻസർ ഗസ് ചെയ്യാൻ പറ്റും. മഹാഗാരയിൽ വെച്ച് കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം സർക്കുലർ പെൻ ഫോർ കീപ്പിംഗ് ദ കാറ്റിൽ, അതായത് പശുക്കളെയൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിട്ട് വട്ടത്തിലുണ്ടാക്കിയ കൂട് പോലത്തെ സാധനങ്ങൾ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. കൂടാതെ ആനിമൽ ബോൺസും. നമ്മൾ പറഞ്ഞു പൊതുവെ ആഷ് മൗണ്ട്സ് സൗത്ത് ഇന്ത്യൻ സൈറ്റ്സിലാണ് കാണുന്നത്, എന്നാൽ ഇവിടെ നിന്ന് ആഷ് മൗണ്ട്സും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഹാഗാരയായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഇവിടെ നിന്ന് റൈസ് കൾട്ടിവേഷൻ്റെ എവിഡൻസസ് ലഭിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നിയോലിത്തിക് സൈറ്റാണ് ബർസഹോം. കാശ്മീരാണ് ബർസഹോം സ്ഥിതി ചെയ്യുന്നത്. ഈ ബർസഹോം എന്ന പദത്തിൻ്റെ അർത്ഥം ദ പ്ലേസ് ഓഫ് ബർച്ച് എന്നാണ്. ഈ ഒരു സൈറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകതയാണ് പിറ്റ് ഡ്വെല്ലിങ്സ്. സാധാരണ നമ്മളെല്ലാവരും വീടുണ്ടാക്കുക ഗ്രൗണ്ടിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തിയിട്ടാണ്. ഇവർ നേരെ തിരിച്ച് പിറ്റുകൾ കുഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലായിരുന്നു താമസിച്ചിരുന്നത്. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, ഗ്രൗണ്ടിൽ തുരന്നുണ്ടാക്കിയിട്ടാണ് ഇവർ വീടുണ്ടാക്കിയത്. ഇത് ഓർത്ത് വെക്കാൻ ഈസിയാണ്, കാരണം ബർസ ഹോം എന്ന വാക്കിൻ്റെ ലാസ്റ്റിൽ ഹോം വീട്, അതായത് ഇവരുടെ വീട് ഒരു പ്രത്യേകതയുള്ളതാണ്. പിറ്റ് ഡ്വെല്ലിങ്സിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. ബർസഹോമിൻ്റെ മറ്റൊരു പ്രത്യേകത ഡൊമസ്റ്റിക് ഡോഗ്സ്, അതായത് വീട്ടിൽ വളർത്തിയിരുന്ന നായകളെ അവരുടെ മാസ്റ്റേഴ്സിൻ്റെ കൂടെ ബ്യൂറി ചെയ്തതായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ 2 രീതിയിലുള്ള ബ്യൂറിയൽ സിസ്റ്റംസാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഒന്ന് ഇൻഹ്യൂമേഷൻ, അതായത് കുഴി കുഴിച്ചിട്ട് അതിൽ അടക്കുന്നത്. രണ്ടാമത്തത് സെക്കൻഡറി ബ്യൂറിയൽസ്, അതായത് ഒരു സ്ഥലത്ത് അടക്കം ചെയ്തതിന് ശേഷം ഈ എല്ലും തലയോട്ടിയൊക്കെ ബാക്കിയുള്ളതെല്ലാം കൂടി എടുത്തിട്ട് മറ്റൊരു സ്ഥലത്ത് അടക്കം ചെയ്യുന്നത്. ഇങ്ങനെ സെക്കൻഡറി ബ്യൂറിയൽസിൽ ചിലതിൻ്റെ മുകളിൽ നമുക്ക് ബോൺസിൻ്റെ മുകളിലൊക്കെ റെഡ് കളറിൽ ഒരു സാധനം തേച്ചതായിട്ട് കാണാം. ബർസഹോമിൽ ഉണ്ടായിരുന്ന ആളുകൾ എല്ല് കൊണ്ടുണ്ടാക്കിയിരുന്ന ടൂൾസും വെപ്പൺസും യൂസ് ചെയ്തിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട നിയോലിത്തിക് സൈറ്റാണ് ഗുഫ്ക്രൽ. ഇത് ഗുഫ്ക്രൽ എന്ന പദത്തിൻ്റെ അർത്ഥം കേവ് ഓഫ് ദ പോട്ടർ എന്നാണ്. ഇവിടെയുള്ള ആളുകൾ അഗ്രികൾച്ചറും ആനിമൽ ഹസ്ബൻഡറിയും പ്രാക്ടീസ് ചെയ്തിരുന്നു. ഉത്തർപ്രദേശിലുള്ള മറ്റൊരു നിയോലിത്തിക് സൈറ്റാണ് കൊൽദിഹ. ഇവിടെ നിന്ന് കിട്ടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എവിഡൻസ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് റൈസിൻ്റെ ട്രേസസ് ആണ്. വെസ്റ്റ് ബംഗാളിൽ സ്ഥിതി ചെയ്യുന്ന നിയോലിത്തിക് സൈറ്റാണ് ഭരത്പൂർ. ഇതൊരു വലിയൊരു സൈറ്റാണ്. ഇത് എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളത് BK താപ്പറിൻ്റെ കീഴിലാണ്. ഇവിടെ നിന്ന് നിയോലിത്തിക്കും ചാൽക്കോലിത്തിക് പീരീഡിൻ്റെയും റിമൈൻസ് ലഭിച്ചിട്ടുണ്ട്. ഇവിടെയുള്ളൊരു പ്രത്യേകത സ്തൂപ പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഇവിടെ നിന്ന് എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറേ മൈക്രോലിത്സും ആനിമൽ ബോൺസും ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു ബോൺസ് അനലൈസ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ഇവിടെയുള്ള ആളുകൾ ബഫല്ലോ, ഗോട്ട്, ഹംഡ് കാറ്റിലിനൊക്കെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് വളർത്തിയിരുന്നു. ചിറന്ത് എന്ന് പറയുന്നത് ബീഹാറിലുള്ള പ്രധാനപ്പെട്ട ഒരു നിയോലിത്തിക് സൈറ്റാണ്. ഇവിടെ നിന്നുള്ള പ്രധാനപ്പെട്ട ഫൈൻഡിങ് ആണ് പോസ്റ്റ് ഹോൾസ്. പോസ്റ്റ് ഹോൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാറയും നിലമൊക്കെ തുറന്നുകൊണ്ട് ഒരു വടി സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ട തുറന്നെടുക്കുന്നതിനാണ് പോസ്റ്റ് ഹോൾ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ പോസ്റ്റ് ഹോൾസ് ഇവിടെ നിന്ന് കുറേ എണ്ണം കണ്ടെത്തിയിട്ടുണ്ട്. ഷിറാന്ത്, തറാദ് എന്ന് പറയുന്ന 2 സൈറ്റുകളിൽ നിന്ന് മാത്രമേ നമുക്ക് ഹേർട്സിൻ്റെ എവിഡൻസ് ലഭിച്ചിട്ടുള്ളൂ. ബീഹാറിലുള്ള നിയോലിത്തിക് സൈറ്റ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെയുള്ള എല്ലാ നിയോലിത്തിക് സൈറ്റിൽ നിന്നും നമുക്ക് ബോൺസ് യൂസ് ചെയ്തിട്ടുണ്ടാക്കിയ ടൂൾസ് ലഭിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു സൈറ്റാണ് ഖലീഗായ്. ഇത് സ്വാട്ട് വാലിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ഫൈൻഡിങ് എന്ന് പറയുന്നത് ഹോസിൻ്റെ റിമൈൻസ് ആണ്. പാകിസ്ഥാനിൽ തന്നെയുള്ള മറ്റൊരു സൈറ്റാണ് പിറാക്ക്. ഇവിടെ നിന്നും ഹോസിൻ്റെ എവിഡൻസസ് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ബോൺസിന് പുറമെ ഇവിടെ ഹോസിൻ്റെ ക്ലേ ഫിഗറൈൻസ്, ടെറാക്കോട്ട മോഡൽസൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഹോസിൻ്റെ റിമൈൻസ് ലഭിക്കുന്ന മറ്റൊരു സൈറ്റാണ് ഇനാംഗൗൺ. ഇത് മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒറീസയിലുള്ള മന്ദാകിനി റിവറിൻ്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സൈറ്റാണ് കുച്ചായി. ഇത് ഒറീസയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിയോലിത്തിക് സൈറ്റ് കൂടിയാണ്. റൈസ് കൾട്ടിവേഷൻ്റെ എവിഡൻസസ് ലഭിച്ചിട്ടുള്ള ഇന്ത്യയിലുള്ള ഒരു സൈറ്റാണ് ഉട്നൂർ. ഇത് തെലങ്കാനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആസാമിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട നിയോലിത്തിക് സൈറ്റുകളാണ് ദിയോജാലി ഹാദിങ്, സെൽബാൽഗിരി, സരുത്താരു, മാരക്തോല എക്സെട്ര. ഹരിയാനയിലുള്ള സൈറ്റുകളാണ് സറായ്ഖോല, ഭിറാന. മധ്യപ്രദേശിലുള്ള കുഞ്ചുൻ എന്ന സൈറ്റിൽ ഡൊമസ്റ്റിക്കേറ്റഡ് റൈസ് കണ്ടെത്തിയിട്ടുണ്ട്.
കർണാടകയിലുള്ള മാസ്കിയിൽ നിന്ന് കുറേ പോട്രി കണ്ടെത്തിയിട്ടുണ്ട്. ഈ പോട്രിയൊക്കെ വീൽ മെയ്ഡ് ആണ് എന്ന് കരുതപ്പെടുന്നു. കർണാടകയിൽ തന്നെയുള്ള മറ്റ് പ്രധാനപ്പെട്ട സൈറ്റുകളാണ് ബ്രഹ്മഗിരി, മറ്റൊന്ന് പിക്ലിഹൽ, ഹെമ്മിഗെ. പിക്ലിഹല്ലിലുള്ള ആൾക്കാർ കാറ്റിൽ ഹേർഡേഴ്സ് ആയിരുന്നു. ഇവർ കാറ്റിൽ, ഷീപ്പ്, ഗോഡ്സിനെയൊക്കെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിരുന്നു. പ്രീ ഹിസ്റ്ററിയിലുള്ള ടോപ്പിക്സിൽ എപ്പോഴും സൈറ്റുകളും അതിൻ്റെ ലൊക്കേഷൻസും പ്രസൻറ്റ് ഡേ ലൊക്കേഷൻസും പഠിച്ചു വെക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പലപ്പോഴും ഇത് മാസ്റ്റ് ഫോളോയിങ് ആയിട്ടും അതുപോലെ താഴെ കൊടുത്തതിൽ ഏതാണ് ഈ സംസ്ഥാനത്ത് അല്ലാത്തത് എന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ഐ വിൽ ബി ബാക്ക് വിത്ത് അനദർ ക്ലാസ്. താങ്ക് യു.